സ്നേഹസ്വരൂപനാമെന്നേശുവേ. അമ്മ, ഞാനിന്നൊരു അമ്മച്ചിയെ സഹായിച്ചു. എങ്ങനെയാണ് സഹായിച്ചത്? അൾത്താരയിൽ അനുതാപമോടെ കുർബാന നടക്കുന്ന കണ്ടില്ലേ? നിങ്ങൾ പള്ളിയിൽ കയറുന്നില്ലേ? അത് ടീച്ചറാത്തിയാണ്, നമ്മളാത്തിയാണ്. അല്ല, അങ്ങനെയൊന്നും പറയരുത്. നമ്മളാരിനൊക്കെ നമ്മളറിയാം, നമ്മളാരും കൃഷിയായുണ്ട് അവിടെ. ക്യാരിശ്വാസം ഇങ്ങനെ പോകട്ടെ, നമ്മള് രണ്ടെങ്കിലും കിട്ടുന്നില്ല, നമ്മള് പയ്യന്മാരെല്ലാം പുറത്തോട്ട് വന്നിരിക്കും. നീ പറഞ്ഞ ശരിയാണ്. ഇവിടെ നമുക്ക് വേണ്ടതൊന്നും കിട്ടുന്നില്ല. വെറുതെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. അത് ശരിയാണ്, നമ്മള് പയ്യന്മാരെല്ലാം കടവിലോട്ട് വന്നിരിക്കും. എന്റെ കയ്യിൽ ഫോണുണ്ട്, വാ നമുക്ക് ഗേൾസിലാർക്കും പോയി റീൽസ് എടുക്കാം. ഒന്നും അറിയാതെ കയറി പോകുന്നത് എവിടെയായിരിക്കും? നമ്മൾ ആ കുഴിയിൽ ആയിരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? നമുക്ക് അമിതമായ ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ്. അതെ, നമ്മുടെ ക്ലാസ്സിലെ 2 പേരില്ല ഇവിടെ. അത് കുർബാനയ്ക്കാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. പക്ഷെ ഒരു പള്ളിക്കകത്ത് അറിയില്ല. കേഴ്സാം ക്ലാസ്സിൽ ഇരിക്കാതെ ആൾ കടവിൽ അവിടെ പോയിരുന്ന് കളിക്കുന്നു. അവർക്ക് അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് കൂടുതലാണ്. പള്ളിയും വേണ്ട, ക്യാരിസവും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, ഒന്നും വേണ്ട. ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുക. അല്ലയോ, നിങ്ങളെ ലത ടീച്ചറിൻ്റെ അടുത്ത് തർക്കുത്തരം പറഞ്ഞില്ലേ? ആ കാര്യം എൻ്റെ വീട്ടിലാണ്. എന്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ അറിഞ്ഞ മാത്രമല്ല, അമ്മയപ്പോൾ ഒരുപാട് വിഷമം, എല്ലാം അടക്കം പറഞ്ഞു. എനിക്ക് നല്ല വിഷമമുണ്ട്. എന്തെങ്കിലും സംഭവിച്ചായിരുന്നു? കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പള്ളി കടവ് വീഴുന്നപ്പോൾ ലത ടീച്ചർ വന്ന് നമ്മൾ ആർത്തി തരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ബഹുമാനമില്ലാതെ തർക്കുത്തരം പറഞ്ഞു. നിങ്ങൾ ടീച്ചറിനോട് അങ്ങനെ പറയണ്ടായിരുന്നു. പക്ഷെ മക്കളെ, ഏതായാലും നിങ്ങൾ ഈ തെറ്റോർത്ത് നിങ്ങൾ വിഷമിക്കുന്നല്ലോ, അത് വലിയ കാര്യമാണ്. നിങ്ങളുടെ തെറ്റ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് മക്കളെ. നിങ്ങൾ ഒരിക്കലും ഓവർ കോൺഫിഡൻസിന് വലിയ പ്രാധാന്യം കൊടുക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓവർ കോൺഫിഡൻസിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും, നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നു പോകും, നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് നിങ്ങൾ അകന്നു പോകും, മുതിർന്നവരോട് നിങ്ങൾ തർക്കുത്തരം പറയും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വഴുതി പോകും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. മുതിർന്നവർ പറയുന്നത് നിങ്ങൾ അനുസരിക്കാൻ പഠിക്കണം. മാത്രമല്ല, നിങ്ങൾ കാറ്റഗിസം ക്ലാസ്സുകളിൽ പങ്കെടുക്കണം. അങ്ങനെ നല്ല കുട്ടികളായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒന്നിലേലും നിങ്ങൾ ഇത്രയും വളർന്നില്ലേ, നിങ്ങളുടെ തെറ്റുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തന്നെ നല്ല കാര്യമാണ്. അപ്പോൾ ഇനി ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. ടീച്ചറിനെ ഒന്ന് കണ്ട് ടീച്ചറിനോട് ക്ഷമ ചോദിക്കുക, ക്ലാസ്സുകളിലൊക്കെ പോവുക, നല്ല കുട്ടികളായിട്ട് ജീവിക്കുക. ഓക്കെ അല്ലേ മക്കളെ? വിഷമമൊക്കെ മാറിയോ? നല്ല കുട്ടികളായിട്ട് ജീവിക്കുമല്ലോ. ടീച്ചർ അവിടെ നിൽപ്പുണ്ട്. ടീച്ചർ, ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. അയ്യോ മക്കളെ, അങ്ങനെ ഇപ്പോൾ ചെയ്യാൻ പാടുണ്ടായിരുന്നു. മക്കൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകരുതെന്ന് ടീച്ചർ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ. മക്കൾ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമായല്ലോ. ആ തിരിച്ചറിവ് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ മക്കളെ. ഓക്കെ, ശരി. എല്ലാരും നമ്മളെ കളിയാക്കിയാല് അച്ഛനൊക്കെ എന്തായാലും പറഞ്ഞല്ലോ, നമ്മൾ കയറി നോക്കാം. എടി, ഇത് നല്ല മഴയായിരിക്കും കേട്ടാ. അതെന്താ അങ്ങനെ? പതിവില്ലാത്ത പലരെല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ റിമി മഴ പെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളവിടെ എല്ലാവർക്കും ഇങ്ങനെ പുച്ഛം. നിങ്ങൾ നോക്കിയോ, നമ്മുടെ ജീവിതം മാറും. അവർ കോൺഫിഡൻസ് മാറ്റി നമ്മളിനി ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്ത് നമ്മളിനി ജീവിക്കും. ഞങ്ങളോട് ക്ഷമിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ മര്യാദയില്ലാതെ സംസാരിച്ചതിന് സോറി. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയതല്ല, അത് വളരെയേറെ നല്ല കാര്യം തന്നെയാണ്.
ഇനിയെങ്കിലും നിങ്ങൾ അമിതമായ ആത്മവിശ്വാസം മൂലം ഒന്നിലും ചെന്ന് ചാടാതെ നല്ല മക്കളായി പള്ളിയിലൊക്കെ പോയി നമ്മുടെ മതബോധന ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാൻ നോക്കുക. ടീച്ചറെ, ക്ലാസ് നന്നായിട്ട് പോകുന്നുണ്ടോ മക്കളെ? നന്നായിട്ട് പോകുന്നുണ്ടോ? എല്ലാവരും ക്ലാസ്സിൽ വരുന്നുണ്ടോ? ഇല്ല ടീച്ചർ, നമ്മളിപ്പോൾ പഴയതുപോലെയൊന്നുമില്ല. ഞങ്ങളെല്ലാവരും നന്നായിട്ട് മാറി. എല്ലാ ദിവസവും പള്ളി വരുന്നുണ്ട്, കാറ്റീസം ക്ലാസ്സിലൊക്കെ വരുന്നുണ്ട്. നമ്മളെ പറ്റിയെന്ന് നമുക്ക് മനസ്സിലായി. ജീവിതത്തിൽ നിന്ന് ഓവർ കോൺഫിഡൻസ് മാറ്റി വെച്ച് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് മുതിർന്നവരെ ബഹുമാനിച്ച് നല്ല കുട്ടികളായിട്ട് ജീവിക്കും. നല്ലത്, വളരെ നല്ലത് മക്കളെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടേണ്ട ഏറ്റവും വലിയ പാഠം നിങ്ങൾ ഈ ദിവസങ്ങളായിട്ട് നേടിക്കഴിഞ്ഞു. ദൈവത്തിലാണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടതെന്നുള്ളത്. അപ്പം ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് മുന്നേറാം. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കും.